പോഷൻ പക്കോടയുടെ ഭാഗമായി അങ്കണവാടി തലത്തിൽ സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളുടെയും വിവരങ്ങൾ അതാത് ദിവസങ്ങളിൽ തന്നെ ജനന്തോളം ഡാഷ്ബോർഡിൽ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒരു ദിവസം പരമാവധി 5 പ്രവർത്തനങ്ങളുടെ വിവരങ്ങളാണ് നമുക്ക് ജനന്തോളം ഡാഷ്ബോർഡിൽ രേഖപ്പെടുത്താൻ സാധിക്കുക. ജനന്തോളം ഡാഷ്ബോർഡിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഈ ഒരു വീഡിയോയുടെ കൂടെ നൽകിയിട്ടുള്ള നീല നിറത്തിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കൊരു ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 2 കോളങ്ങൾ കാണാൻ സാധിക്കും, യൂസർ നെയിം, പാസ്വേഡ് എന്നിങ്ങനെ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ രേഖപ്പെടുത്തേണ്ട യൂസർ നെയിം, പാസ്വേഡ് എന്നിവ വാട്സപ്പ് വഴി നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ പ്രൊജക്റ്റിൽ നിന്നും ലഭിക്കുന്നതായിരിക്കും. ആ ഒരു യൂസർ നെയിം ഇവിടെ മുകളിൽ കാണുന്ന യൂസർ നെയിം എന്ന കോളത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. യൂസർ നെയിം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ അക്ഷരങ്ങളും ചെറുക്ഷരത്തിലാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ അതിലുള്ള അക്കങ്ങൾ, ചിഹ്നങ്ങൾ, അക്ഷരങ്ങൾ എല്ലാം കൃത്യമായി തന്നെ സ്പേസ് ഇല്ലാണ്ട് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ MOW ആൻഡ് CD എന്ന് കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ കാണാൻ സാധിക്കും. ആ ഒരു ഹൈഫൺ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ചിഹ്നം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ പ്രൊജക്റ്റ് കോഡ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ രീതിയിൽ യൂസർ നെയിം പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തിയതിനു ശേഷം തൊട്ടു താഴെ പാസ്വേഡ് എന്നതിൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ഒരു കണ്ണിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന പാസ്വേഡ് നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ കണ്ണിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം പാസ്വേഡ് എന്ന കോളത്തിൽ കൃത്യമായിട്ടുള്ള പാസ്വേഡ് പൂർണ്ണമായിട്ടും തെറ്റുകൂടാതെ രേഖപ്പെടുത്തുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന റിമെമ്പർ മീ എന്ന കോളത്തിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ടിക്ക് ചെയ്താൽ പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ഓരോ തവണയും യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരില്ല. ഓട്ടോമാറ്റിക്കായി തന്നെ യൂസർ നെയിമും പാസ്വേഡും അവിടെ വരുന്നതായിരിക്കും. തുടർന്ന് തൊട്ടു താഴെ കാണുന്ന ലോഗിൻ എന്ന ഒരു നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമ്മൾ പരിപാടികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അതിൽ ഗ്രൂപ്പ് എന്നതിൻ്റെ താഴെയായിട്ട് ഓട്ടോമാറ്റിക്കായി തന്നെ പോഷൻ പക്കോട എന്ന് കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് സെലക്ട് തീം എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തീമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള തീം ഏതാണോ അത് കൃത്യമായി സെലക്ട് ചെയ്യുക. പോഷൻ പക്കോടയുടെ ഭാഗമായി ഓരോ പരിപാടികളും നമ്മൾ സംഘടിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള തീമുകളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ കൃത്യമായിട്ടുള്ള തീം തന്നെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതിന് തൊട്ടു താഴെയായിട്ട് ഓർഗനൈസർ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ഓട്ടോമാറ്റിക്കായി തന്നെ MOW ആൻഡ് CD എന്ന് കാണാൻ സാധിക്കും. അതിന് തൊട്ടു താഴെയായിട്ട് ലെവൽ എന്നൊരു കോളം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ബ്ലോക്ക് എന്നും മറ്റൊന്ന് AWC എന്നും. അതിൽ നിന്നും കൃത്യമായിട്ട് AWC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ലെവൽ എന്നതിൻ്റെ താഴെ AWC എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അഥവാ ഈ ഒരു AWC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിന്റെ വിവരങ്ങൾ നിങ്ങളുടെ അങ്കണവാടിയുടെ റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ആവാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെവൽ എന്ന ഈ ഒരു ഭാഗത്ത് AWC എന്ന ഓപ്ഷൻ കൃത്യമായിട്ട് സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് AWC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ പ്രൊജക്റ്റിലുള്ള മുഴുവൻ അങ്കണവാടികളുടെയും പേര് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ഇതേ രീതിയിൽ ലിസ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതിൽ നിന്നും നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അങ്കണവാടിയുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സമാനമായ പേരുകളിൽ തന്നെ ഒന്നിൽ കൂടുതൽ അങ്കണവാടികൾ നിങ്ങളുടെ പ്രൊജക്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അങ്കണവാടിയുടെ പേര് കൃത്യമായി സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതല്ല എങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പരിപാടികളുടെ വിവരങ്ങൾ നിങ്ങളുടെ അങ്കണവാടിയുടെ റിപ്പോർട്ടിൽ റിഫ്ലക്റ്റ് ആവാതെ വരുന്നതാണ്. അങ്കണവാടി കൃത്യമായി സെലക്ട് ചെയ്തതിനു ശേഷം തൊട്ടു താഴെ കാണുന്ന സെലക്ട് ആക്ടിവിറ്റി എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള തീമിനനുസരിച്ച് ഒരുപാട് ആക്ടിവിറ്റികളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ആക്ടിവിറ്റി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ഇവന്റ് ഡേറ്റ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു കലണ്ടറിൽ നിന്നും നമ്മുടെ പരിപാടിയുടെ തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡേറ്റിന്റെ കോളത്തിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ ഡേറ്റിന്റെ ഫോർമാറ്റ് മാസം, ദിവസം, വർഷം എന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ കലണ്ടറിൽ നിന്നും കൃത്യമായിട്ടുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും അക്കങ്ങൾ തമ്മിൽ പരസ്പരം മാറിയ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഡേറ്റിൻ്റെ ഫോർമാറ്റ് ഇത്തരത്തിലായതുകൊണ്ടാണ് ഇങ്ങനെ മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. തൊട്ടു താഴെയായിട്ട് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്തവരുടെ
എണ്ണം രേഖപ്പെടുത്തേണ്ടത്. അതിൽ അഡൾട്ട് മെയിൽ എന്ന കോളത്തിൽ പുരുഷന്മാരുടെ എണ്ണവും സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ ഫീമെയിൽ എന്ന കോളം കാണാൻ സാധിക്കും. അതിൽ സ്ത്രീകളുടെ എണ്ണവുമാണ് രേഖപ്പെടുത്തേണ്ടത്. തൊട്ടു താഴെയായിട്ട് ചിൽഡ്രൻ മെയിൽ എന്ന ഭാഗം കാണാൻ സാധിക്കും. അതിൽ ആൺകുട്ടികളുടെ എണ്ണവും അതിന് വലതുവശത്ത് കാണുന്ന ഫീമെയിൽ എന്ന കോളത്തിൽ പെൺകുട്ടികളുടെ എണ്ണവും തൊട്ടു താഴെ കാണുന്ന അഡോളസൻ ഗേൾസ് എന്നതിന് നേരെ കൗമാര പെൺകുട്ടികളുടെ എണ്ണവും രേഖപ്പെടുത്തുക. ഏതെങ്കിലും കോളത്തിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എങ്കിൽ അവിടെ 0 എന്ന് രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എന്ന ഭാഗത്തായിട്ട് ആകെ പങ്കെടുത്തവരുടെ എണ്ണം കാണാൻ സാധിക്കും. പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയതിനു ശേഷം തൊട്ടു താഴെയായിട്ട് അപ്ലോഡ് ഫോട്ടോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ പരിപാടിയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, പരമാവധി 2 MB വരെയുള്ള ഫോട്ടോയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. അതായത് 2 MBയിൽ കുറവുള്ള ഫോട്ടോകളാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ PNG JPG ഫയൽ ഫോർമാറ്റിലുള്ള ഫോട്ടോകളാണ് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ഇനി അഥവാ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ 2 MBയിൽ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. തുടർന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താലും മതി. അപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനായിട്ട് ഇതിലെ ബ്രൗസ് ഫോട്ടോ എന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും കൃത്യമായിട്ടുള്ള ഫോട്ടോ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഫോട്ടോയുടെ മുകളിൽ ഇതേ രീതിയിൽ ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഡൺ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയുടെ ഫയൽ നെയിം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി അഥവാ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എറർ ആയിരിക്കും കാണാൻ സാധിക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം തൊട്ടു താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കോളം ഫില്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആവശ്യമെങ്കിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കുറിപ്പ് നിങ്ങൾക്ക് ഇവിടെ നൽകാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ ഫോം സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ജനന്തോളം ഡാഷ്ബോർഡിൽ പോഷൻ പക്കോട പരിപാടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ പോഷൻ മാസ്റ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.